വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി 370-ലധികം സീറ്റുകൾ നേടുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മധ്യപ്രദേശിലെ ഛാബുവയിൽ ഗോത്ര സമുദായാംഗങ്ങളുടെ പൊതുസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മോദി. പ്രസംഗത്തിലുടനീളം മോദി കോൺഗ്രസിനെ കടന്നാക്രമിച്ചു. കോൺഗ്രസ് ഗോത്ര വിരുദ്ധരാണെന്ന് ആരോപിച്ച മോദി തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രമാണ് ജനങ്ങളെക്കുറിച്ചും കർഷകരെക്കുറിച്ചും കോൺഗ്രസിന് ചിന്തയുള്ളതെന്നും അഭിപ്രായപ്പെട്ടു. കോൺഗ്രസും സഖ്യകക്ഷികളും അവസാന തന്ത്രമാണ് പയറ്റുന്നത്. കൊള്ളയടിക്കുക, ഭിന്നിപ്പുണ്ടാക്കുക എന്നതാണ് കോൺഗ്രസിന്റെ ലക്ഷ്യമെന്നും മോദി ആരോപിച്ചു. കോൺഗ്രസ് അധികാരത്തിലിരുന്നപ്പോൾ കൊള്ളയടിച്ചു, അധികാരത്തിന് പുറത്തുള്ളപ്പോൾ ഭാഷയുടെയും പ്രദേശത്തിന്റെയും ജാതിയുടെയും അടിസ്ഥാനത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്നു. സ്വന്തം പാപങ്ങളിൽ കോൺഗ്രസ് മുങ്ങിപ്പോയിരിക്കുകയാണ്. അതിൽ നിന്ന് എത്രത്തോളം ഉയർന്നുവരാൻ ശ്രമിക്കുന്നുവോ അത്രത്തോളം താഴേക്ക് വീഴുകയാണ്. വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തുടച്ചുനീക്കപ്പെടുമെന്നും മോദി പറഞ്ഞു. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് 370 സീറ്റുകളിൽ വിജയിക്കാൻ ഓരോ ബൂത്തുകളിലും 370 വോട്ട് കൂടി അധികം ഉറപ്പാക്കണം. ബിജെപി നേതൃത്വം നൽകുന്ന NDA 400 സീറ്റുകളിലധികം നേടുമെന്ന് പാർലമെന്റിൽ പ്രതിപക്ഷ നേതാക്കളടക്കം പറഞ്ഞു തുടങ്ങി. ബിജെപിയുടെ താമര ചിഹ്നം 370-ലധികം സീറ്റുകൾ നേടുമെന്ന് തനിക്ക് ഉറപ്പുണ്ടെന്നും മോദി പ്രതീക്ഷ പങ്കുവച്ചു. ഗുജറാത്ത്, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ജില്ലയാണ് ഛാബുവ. ഗോത്രവിഭാഗമാണ് ഇവിടെ ഭൂരിപക്ഷം. മധ്യപ്രദേശിലാകെ 6 ഗോത്ര സംവരണ ലോക്സഭാ സീറ്റുകളുണ്ട്. 2019 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ 29-ൽ 28 സീറ്റിലും ബിജെപി വിജയിച്ചിരുന്നു. ഗോത്ര സംവരണ സീറ്റുകൾ മുഴുവൻ നേടിയതും ബിജെപിയായിരുന്നു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.